ഹലോ. ഇന്ന് ഒരു ചെറിയ മധുരം നമുക്ക് ഉണ്ടാക്കാം. ഒരു തട്ടിക്കൂട്ട് മധുരം കേട്ടോ. നമ്മുടെ എല്ലാം തട്ടിക്കൂട്ടല്ലേ. അപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. ഇനി ഒരു രണ്ടും പിന്നെ ഒരു ചെറിയ കഷ്ണം, അങ്ങനെ ഒരു 2.5 അച്ച് ശർക്കര നമ്മൾ ഉരുക്കാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എടുക്കാം, സേമിയ. ഇത് പായസം, സേമിയ പായസത്തിൻ്റെ മിക്സിലുള്ള സേമിയയാണ്. അതിൽ പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ അതിലുണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ എടുത്തു മാറ്റിയിട്ടോ മുമ്പ് പായസം വയ്ക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ എടുത്തിരുന്നു. ഈ സേമിയ കുറച്ച് ഞാൻ അതിലേക്ക് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ട് നമുക്കൊരു പരിപാടി ചെയ്യാം. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ സേമിയ ഇട്ടിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ. ഇതാ ഓൾമോസ്റ്റ് സേമിയ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സേമിയയിലേക്ക് നമുക്ക് എന്ത് ചേർക്കണം? നമ്മുടെ ഉരുകിയ ശർക്കര അരിച്ച് ചേർക്കാം. നമുക്ക് സേമിയ ശർക്കര ഇട്ട് വെച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എന്നതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ ശർക്കര ഉരുക്കിയത് അതിലേക്ക് ഒഴിച്ചു. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തു. മധുരം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട് ബാക്കിയും കൂടെ ചേർക്കാൻ പോവാണ്. അങ്ങനെ ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ അരിച്ച് ഒഴിച്ചു. ഇനി നന്നായിട്ട് അതിൽ കിടന്ന് ഒന്ന് സേമിയ തിളക്കട്ടെ, ശർക്കരയിൽ കിടന്നിട്ട്. അതിനുശേഷം നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മധുരമാണ്. പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും, എന്തെങ്കിലും ഒരു മധുരം വേണം തോന്നുമ്പോൾ. ഇനി കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം നമുക്ക്. ഞാനൊരു 2-3 ഏലക്ക ഒന്ന് ചതച്ച് അതിൽ ചേർത്തതാണ് കേട്ടോ. ഇനിതാ നമ്മുടെ നാളികേരം ചിരകിയതാണ് ബെസ്റ്റ്. എനിക്ക് ചിരകാൻ വയ്യാത്തതുകൊണ്ട് ഞാനത് ഒന്നെടുത്ത് ക്രഷ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നാളികേരം ചിരകിയതും കൂടെ ചേർക്കാം. നാളികേരം ചിരകി കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്വാദാണ്. ഇതുപോലെ മിക്സിയിലിട്ട് ചതച്ചാൽ ചിരകിയതിൻ്റെ അത്രയും ടേസ്റ്റ് കിട്ടില്ല. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നാളികേരം ചിരകിയതും കൂടെ ചേർക്കുക. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു നാളികേര പായസം, ഒരു ശർക്കര പായസം ഉണ്ട് ഇവിടെ, നാളികേരമൊക്കെ ഇട്ടിട്ട് അയ്യപ്പൻ കാവിൽ കിട്ടും. നല്ല സ്വാദാണ്. അത് ഉണങ്ങല്ലേരിയാണ് ഉപയോഗിക്കുക. പക്ഷെ അതേ ടേസ്റ്റിൽ നമ്മൾ സേമിയ ഉപയോഗിച്ച് അങ്ങ് ചെയ്തു. നമ്മൾ തീ ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇരിക്കുമ്പോൾ ഇങ്ങനെ കട്ടിയാവും. ഇപ്പോൾ ശരിക്കും അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. നാളികേര പായസം, സേമിയ, ശർക്കരയും നാളികേരമൊക്കെ ഇട്ടിട്ട് വെച്ചതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല സ്വാദാണ്. ഞാനിത് ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കും കേട്ടോ. എനിക്ക് ചോറ് കഴിക്കുമ്പോൾ ഒരു മധുരമൊക്കെ ഉണ്ടെങ്കിൽ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് വീണ്ടും കാണാം.